നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം ദൈവികമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ് വെളിപ്പെടുത്തുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മോട് ദൈവപുത്രനായ ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത ഈശോയുടെ വചനമാണിത്. ഇതിൻ്റെ അർത്ഥം മനുഷ്യനെന്നും ദൈവത്തിൻ്റേതാണ്, ദൈവത്തോട് കൂടെയാണ് എന്നതാണ്. ദൈവത്തോടൊത്തുള്ള ഒരു സ്നേഹബന്ധത്തിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ അവസ്ഥയെയാണ്, ദൈവത്തോടൊത്തുള്ള വാസത്തെയാണ് സ്വർഗമെന്ന് നാം വിളിക്കുക. എന്നാൽ ദൈവികമായ ഈ ആരംഭത്തിനും അവസാനത്തിനുമിടയിൽ കണ്ണീർ കടലാണ് നാം പലപ്പോഴും കാണുക. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നിറഞ്ഞതാണ് മനുഷ്യജീവിതം. ഇവിടെ വഴിതെറ്റാതെ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സുവർണ പാതയാണ് ദൈവഹിതമാകുന്ന വഴി. എൻ്റെ ഹിതം മാറ്റിവെച്ച് ദൈവഹിതത്തിന് പ്രാധാന്യം നൽകുവാൻ പ്രത്യേകവിധം പരിശ്രമിക്കുന്ന കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. സ്വന്തം മനസ്സ് ദൈവത്തിനായി സമർപ്പിക്കുന്നവൻ എല്ലാം സമർപ്പിച്ചു എന്നാണ് പറയുക. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവഹിതം നടക്കുന്ന, സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനോടുകൂടി നമ്മുടെ ഹിതത്തെയും ചേർത്തു വച്ചാൽ നാം നിരാശരാകുകയില്ല. പരിശുദ്ധാമ്മയുടെ വാക്ക് നമുക്കോർക്കാം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ.